കുട്ടനാട് പാക്കേജ് സംബന്ധിച്ച് പല വിധത്തിലുള്ള വാർത്തകൾ പത്രങ്ങളിൽ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വളരെ കരുതലോടുകൂടി മാത്രമേ നമുക്ക് ഈ പാക്കേജ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ളൊരു നല്ല അവസരം, ഈ അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ, സമയബന്ധിതമായിട്ട് പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം ഈ കാര്യത്തിൽ അപാകതകളും പോരായ്മകളും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അതിലും പ്രത്യേകിച്ച് പരിസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് അതീവ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇത്രയും രൂപ ചെലവാക്കുന്ന സമയത്ത് ആക്ഷേപങ്ങളും ഒക്കെ വിവാദങ്ങളുമൊക്കെ വരാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ വന്നിരിക്കും. നമുക്ക് ഒരു ഫിനാൻഷ്യൽ വിജിലൻസ് വിങ് കൂടി ഇതോടൊപ്പം ഇതുണ്ടാക്കുന്ന അത് ഒന്ന് തീരുമാനമായിട്ട് എടുക്കുക, ഒരു ഫിനാൻഷ്യൽ വിജിലൻസ് വിങ്. അപ്പം ഏതെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ വന്നാൽ അവർ പരിശോധിക്കട്ടെ. നല്ല സ്കീമുകളാണ്, നല്ല പ്രോജക്റ്റുകളാണ്, നല്ല ലക്ഷ്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ മോണിറ്ററിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇത് രണ്ടും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തത്തില്ല. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലുള്ള മീറ്റിങ്ങുകൾ കൂടുകയും മീറ്റിങ്ങുകളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തലുകൾ വേണ്ടടുത്ത് തിരുത്തൽ, കൂടുതൽ ജാഗ്രത വേണ്ടടുത്ത് ജാഗ്രത, അങ്ങനെയുള്ള പരിപാടികളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഡോക്ടർ സ്വാമിനാഥൻ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സൗകര്യമാണ്. നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ഡേറ്റ്, അതിപ്പം അസൗകര്യം ഉണ്ടെങ്കിൽ പറയണം, നമുക്ക് ആ ഡേറ്റ് മാറ്റാം. ഡേറ്റ് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സൗകര്യം കൂടി കണക്കിലെടുത്ത് വേണം. യോഗം കൂടുന്നത് ആലപ്പുഴ വേണോ കുട്ടനാട് വേണോ നിങ്ങൾ തീരുമാനിച്ചോണം. മങ്കൊമ്പ് അങ്ങനെയാണ്. മങ്കൊമ്പിൽ വെച്ച് കൂടാം. ഡിസംബർ 27 എന്നുള്ളൊരു ഡേറ്റാണ്. അപ്പം അത് വെക്കാം. അല്ല, ഇവിടെ ഇപ്പോൾ യോഗം കൂടി തന്നെ ആർക്കും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പകുതി പോലും മനസ്സിലായില്ല. ഇതിനെക്കാട്ടി നല്ല ഉമ്മൻചാണ്ടിയുടെ ഓഫീസായിരുന്നു അവിടുത്തെ കോൺഫറൻസ് ഹാളായിരുന്നു. എവിടെ ഇതിനകത്ത് അത് രൂപീകരിക്കണമെന്നുള്ള. അപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു ഡിസംബർ 27. സ്ഥലം തീരുമാനിച്ചു, മങ്കൊമ്പ്. പിന്നെ ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ അവിടെ, പിന്നെ നിങ്ങൾ ലോക്കൽ MLA അല്ലേ? ലോക്കൽ MLA അല്ലേ റോസ്? അപ്പോൾ അത് വെച്ച് നമുക്ക് അത് നോക്കാം. ഇവിടെ വന്ന നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ, അതൊക്കെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇതായിരിക്കും. ഈ കുട്ടനാട് പാക്കേജ് വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. നമുക്ക് ഇത് വിജയിപ്പിക്കുന്നത് എന്തിനാണ്? കുട്ടനാടിന് മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഇല്ല. ഇപ്പോൾ കുട്ടനാട് പാക്കേജ് തുടങ്ങി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അല്പം പിച്ച വെച്ച് മുമ്പോട്ട് നീങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് നമ്മളിപ്പം തൃശ്ശൂരെ കോൾ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജിന് വേണ്ടി നമ്മൾ സമീപിച്ചിരിക്കുക. കേന്ദ്ര കൃഷി മന്ത്രി ശ്രീ ശരത് പവാർ വിശദമായ ഒരു പാക്കേജ് കൊടുക്കാൻ, നമ്മുടെ പ്രോജക്റ്റ് കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുക. അപ്പം നമുക്ക് കുട്ടനാട് വിജയിക്കേണ്ടത് കുട്ടനാടിൻ്റെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക മേഖലയുടെ ഒരു ആവശ്യമാണ്. ഇതിൽ വിജയിക്കുന്നില്ലെങ്കിൽ, നമുക്ക് പണം കിട്ടിയിട്ടും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ സാധിക്കുന്നില്ല. അപ്പം പണം മാത്രം പോരാ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലും മോണിറ്ററിങ്ങിലും നമ്മൾ വളരെ കാര്യമായിട്ട് എടുത്തേ മതിയാണ്. നമ്മൾ കുട്ടനാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അത് വർദ്ധിപ്പിക്കാൻ, പരിസ്ഥിതി പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് ഒരു പൊല്യൂഷൻ ഫ്രീ ഒരു സോണാക്കി മാറ്റത്തക്ക വിധത്തിലുള്ള പ്രവർത്തന പരിപാടികളുമായി മുമ്പോട്ട് നീങ്ങുകയാണ്. നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി കുടിവെള്ള സ്കീമും കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമോ? കുടിവെള്ളം കൂടി കുട്ടനാട്ട് കിട്ടാതെ നമുക്ക് കുട്ടനാടിൻ്റെ പ്രശ്നം പരിഹരിച്ചു എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല.